മാഷേ, ഉം. ഹണി റോസ് വിമർശനത്തിന് അതീതയാണ്. ഒരു ഒറ്റ ചോദ്യമായിട്ട് അതെടുത്താൽ അതീതയല്ല എന്നതാണ് നമുക്ക് പറയാവുന്നത്. ഹണി റോസ് എന്നല്ല ആരും. കാരണം മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മളുടെ സാമൂഹ്യ മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും ശരിയല്ലാത്ത കാര്യങ്ങൾ ശരിയല്ലെന്ന് പറയുകയും ശരിയായിട്ടുള്ള കാര്യങ്ങൾ ശരിയാണെന്ന് പറയുകയും ചെയ്യും. പക്ഷേ ഹണി അങ്ങനെ അങ്ങനെ പറയുന്നതാണ് ഈ നമ്മൾ ഒരു എത്തിക്കൽ അനാലിസിസ് എന്ന് നമ്മൾ പറയാം. ധാർമ്മികമായിട്ടുള്ളൊരു പരിശോധനയാണ്. അപ്പോൾ അത് ശരിയും തെറ്റും നമ്മൾ തീരുമാനിച്ചിട്ടാണ് നമ്മൾ ശരിയുടെ കൂടെ നിൽക്കുകയും തെറ്റിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ആരെയും വിമർശിക്കുന്നവരായി മാറിത്തീരുന്നത്. അതുകൊണ്ട് ആരെയും വിമർശിക്കാനുള്ള ഒരു അവകാശം വിമർശകർക്കുണ്ട്. ഹണി റോസ് വിമർശനത്തെ അതീതയായി നിൽക്കുന്നില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഹണി റോസ് ഇപ്പൊ രാഹുൽ ഈശ്വറിനെതിരെയും പരാതി കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. തന്നെ വല്ലാത്ത രീതിയിൽ രാഹുൽ അധിക്ഷേപിക്കുന്നു. അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ പല ആളുകളും തക്കം പാർത്തുകൊണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നു എന്നാണ് ഹണി റോസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ വിമർശനത്തിന് അതീതനല്ല ഹണി റോസ് എന്ന കാര്യം നമുക്കറിയാം. കാരണം പൊതുമധ്യത്തിൽ നിൽക്കുന്ന ഏതൊരാൾക്കും വിമർശനം നേരിടേണ്ടി വരും. ആ വിമർശനം അവർ വളരെ ടോളറൻസോടുകൂടി സഹിഷ്ണുതയോടുകൂടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്. രാഹുൽ ഈശ്വർ ഇപ്പം പ്രതികരിക്കുന്നതും ഇത് തന്നെയാണ്. സഹിഷ്ണുതയോടുകൂടി വിമർശനങ്ങൾ സ്വീകരിക്കുക. ഞാൻ ഒരു സ്ഥലത്തും അധിക്ഷേപപരമായിട്ട് ഹണി റോസിനെ വാക്കുകൊണ്ടോ ഒരു രീതിയിലും മോശമായി ചിത്രീകരിച്ചിട്ടില്ല. പക്ഷേ നമ്മളെപ്പോഴും അതിൻ്റെ അകത്ത് എടുക്കേണ്ട നിലപാടെന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നു, അപ്പം ഞാൻ ആക്ഷേപത്തിന് വിധേയനായ ഒരു വ്യക്തിയാണ്. അതെനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ എനിക്കുണ്ടാകുന്ന ഫീലിംഗാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ എനിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ മനോഹരമായിരുന്നതിൻ്റെ പേരിൽ സുന്ദരമായിരുന്നതിൻ്റെ പേരിൽ അത് ആക്ഷേപമല്ലാതാകുന്നില്ല. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹണി റോസിനെ എതിരെ നിരന്തരമായിട്ട് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നുണ്ടോ? ആ സംസാരം എന്ന് പറയുന്നത് ഹണി റോസിനെ വേദനിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ അപഹസിക്കുന്നതിന് തുല്യമായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ കോടതി ഇത് എന്താണ് പരിശോധിക്കുന്നത് എനിക്കറിയില്ല. കാരണം വെച്ചാൽ പക്ഷേ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റുണ്ടെന്ന് കണ്ടെത്തിയെങ്കിൽ മാത്രമേ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ വരുന്ന സമയത്താണ് അത് ഇഴകീറി പരിശോധിക്കപ്പെടുന്നത്. അങ്ങനെ പരിശോധിക്കപ്പെടുന്ന സമയത്ത് ഹണി റോസിനെതിരെ മോശമായിട്ടുള്ള രീതിയിലുള്ള സമീപനങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അതേപോലെ തന്നെ ആക്ഷേപകരമായ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ ഒക്കെ രാഹുൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് അയാൾ കുറ്റക്കാരനാണെങ്കിൽ മാത്രമാണ് അയാൾക്ക് ശിക്ഷയുണ്ടാകുന്ന പ്രശ്നമാണ്. പരാതി കൊടുക്കുന്ന സമയത്ത് സ്ത്രീകൾ പരാതി കൊടുക്കുമ്പോൾ സ്ത്രീകൾക്കൊരു പ്രിവിലേജ് നമ്മുടെ സമൂഹം കോടതിയും ഒക്കെ നൽകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് പലപ്പോഴും സ്ത്രീകളുടെ പരാതികൾക്ക് കുറച്ച് വെയിറ്റേജ് കിട്ടാറുണ്ട്. ആ വെയിറ്റേജാണ് പെട്ടെന്ന് ബോച്ചയെ പിടിച്ച് അകത്താക്കുന്നതിന് കാരണമായി തീർന്നിരിക്കുന്നത്, അല്ലേ? ഇപ്പം ഈ ഫറാഷിബില എന്ന് പറഞ്ഞൊരു സിനിമാ നടി ഹണി റോസിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെ, ഫറാഷിബില പറഞ്ഞ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്, മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെ എങ്ങനെ ബിസിനസ് ആക്കാം എന്ന് വളരെ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുന്ന, അതിനെ ബുദ്ധിപരമായി കാണുന്ന ഒരാളാണ് ഹണി റോസ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ഭാഗത്തു നിന്ന് ചില വസ്ത്രധാരണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അവർ ആ ഒരു രീതിയിൽ പല പൊതുവേദികളിലും ഉദ്ഘാടകയൊക്കെ ആയിട്ട് എത്തുന്നത് എന്നാണ് ഫറാഷിബില പറയുന്നത്. നമുക്ക് അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കാനൊക്കെ പറ്റുന്നത്. അല്ല, അത് പലരും പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടാവും. ശരിക്കും അങ്ങനെയാണോ? അവർ പറഞ്ഞ കറക്റ്റാണോ? അല്ല, അവർ പറഞ്ഞ കറക്റ്റാണ് നമ്മളെങ്ങനെ പറയുന്നത്. അതിൻ്റെ അകത്തുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, എനിക്കിപ്പോൾ ഒരു സ്ത്രീയെ ആക്ഷേപിച്ച് സംസാരിക്കേണ്ട താല്പര്യമില്ല. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്ന സമയത്തും അവരുടെ വസ്ത്രരീതികൾ ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അവർ ബിസിനസ്സിന് വേണ്ടിയാണതെല്ലാം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള ഈ പരസ്യ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായാലും ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിർവഹിക്കുന്നതാണ്. ഇപ്പോൾ ബ്ലേഡിൻ്റെ പരസ്യം കൊടുക്കുന്ന കമ്പനി ബ്ലേഡിൻ്റെ പരസ്യമല്ല കൊടുക്കുന്നത്, ആ ബ്ലേഡും ഒരു സുന്ദരിയാണ് പരസ്യത്തിൽ വരുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഈ ആൺ നോട്ടങ്ങളെ എങ്ങനെ വിറ്റഴിക്കാൻ കഴിയും എന്നുള്ളതാണ് ബ്ലേഡിൻ്റെ പരസ്യത്തിൽ. അല്ലെങ്കിൽ എന്തിനാണ് ഒരു സുന്ദരി വരുന്നത്? അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രവൃത്തി എന്ന നിലക്ക് മാത്രമാണ് സ്ത്രീയെ ഈ ബ്ലേഡിൻ്റെ പരസ്യത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യമില്ല, അവർ ഉപയോഗിക്കുന്ന പോലും ഇല്ലാത്ത, സ്ത്രീകൾ ഉപയോഗിക്കാത്ത സാധനം.
എന്നിട്ടും അതിന് വരുന്നു. മാത്രമല്ല കുറേ കാലങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഞാൻ മാർക്കറ്റിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ആ, വിലക്കയറ്റം അതുപോലെ വിലക്കിഴിവ് അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, വില കുറയുന്നത് സൂചിപ്പിക്കാൻ വേണ്ടി, അസാധാരണമായിട്ടുള്ള വിലക്കുറവ് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു സ്ത്രീയുടെ വസ്ത്രം പുറകിലവരുടെ സിബിങ്ങിനെ താഴോട്ട് വരികയാണ് ചെയ്യുന്നത്. വില ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ അത് അതിൻ്റെ അകത്തൊരു അശ്ലീലമുണ്ട്. ആ അശ്ലീലം എന്ന് പറയുന്നതാണ് നമ്മുടെ ഒളിഞ്ഞുനോട്ടം എന്ന് പറയുന്നത്. ഈ ഒളിഞ്ഞുനോട്ടത്തിൻ്റെ പോസിബിലിറ്റി ഉള്ളതിൻ്റെ പേരിൽ ആ പരസ്യം എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് ആഘോഷിക്കപ്പെടുകയും വിവാദപരമായി തീരുകയും ചെയ്യും. അങ്ങനെ പരസ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ പരസ്യക്കാരുടെ ജോലി എന്താണ്? എങ്ങനെയാണ് ഒരാളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, അതിനെന്ത് ഉപാധിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കിയിട്ടാണ് പരസ്യത്തിൽ അവരെന്ത് ചെയ്യുന്നത്, ഓരോ മോട്ടീഫ് കാണിക്കുന്നത്. മോട്ടീഫാണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീകളും അതേപോലെ തന്നെ അവരുടെ വസ്ത്രധാരണ രീതികൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രത്തിൻ്റെ സിബ് താഴോട്ട് താഴ്ന്നു വരുന്നതൊക്കെ അതിൻ്റെ മോട്ടീഫുകളാണ്. ആ മോട്ടീഫുകൾ നല്ല മോട്ടീഫുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് സംസാരിക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ പരസ്യ ലോകത്ത് എങ്ങനെയാണ് ഒരു ഉപഭോക്താവിൻ്റെ ശ്രദ്ധ തിരിക്കേണ്ടത്? പരസ്യം എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് അർത്ഥം അതാണ് ശരിക്കും പറഞ്ഞാൽ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരാളെ ആകർഷിക്കാനായിട്ട് കഴിയും? ആകർഷിച്ചാൽ മാത്രമാണ് അയാൾ ഈ പരസ്യത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങൾ വായിക്കാൻ തയ്യാറാവുക. അതല്ലെങ്കിൽ വിഷ്വൽസ് ആണെന്ന് വെച്ചാൽ അത് കാണാൻ തയ്യാറാവുക, വേർഡ്സ് എന്ന് വെച്ചാൽ കേൾക്കാൻ തയ്യാറാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ആകർഷണീയമായിട്ടുള്ള രീതിയിൽ ഈ സാധനങ്ങൾ കൊടുക്കുമ്പോൾ അത് പലപ്പോഴും ഈ അശ്ലീലത്തിൻ്റെ തലത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുള്ളതാണ്. ഒന്ന്. രണ്ട്, അത് സ്ത്രീകളുടെ മാന്യതയും അന്തസ്സിനെയും ഒക്കെ ശരിക്കും പറഞ്ഞതിനിടയിൽ താർക്കുന്ന തരത്തിലേക്ക് മാറുന്ന സമയത്താണ് ആ സാധ്യതകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം മനുഷ്യൻ്റെ ഒരു എന്താണ് ഈ ഒളിഞ്ഞുനോട്ട സാധ്യത, ആൺനോട്ട സാധ്യത, അതൊക്കെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു രീതി യഥാർത്ഥത്തിൽ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹണി റോസിനെ പലപ്പോഴും ആ രീതിയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സ്ത്രീകൾ പൊതുവെ ഈ സിനിമാ നടിമാരൊക്കെ ശരീരത്തിനെ ഒരു വിൽപ്പന വസ്തുവായി, ഒരു മാർക്കറ്റിംഗ് ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നു എന്നല്ലേ? അല്ല, അതാണ് നമ്മൾ കാണുന്നത്. അത് അവരുടെ മാത്രം പ്രശ്നമല്ല ശരിക്കും പറഞ്ഞു. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ വിറ്റഴിക്കപ്പെടില്ല. സമൂഹത്തിന്റെ എങ്ങനെ പ്രശ്നം? സമൂഹമാണല്ലോ ഇത് ആസ്വദിക്കുന്നത്. സമൂഹത്തിൽ അങ്ങനെ അത് പക്ഷെ അതൊരു ഒരു വികാരമല്ല, അതിന് പ്രശ്നമായിട്ട് കാണണോ? അല്ല, വികാരം എന്നുള്ളതിനേക്കാളുപരി നമുക്ക് പലതരത്തിലുള്ള വികാരങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ആ വികാരങ്ങളെ ചൂഷണം ചെയ്യുമ്പോഴാണല്ലോ അത് ചൂഷണമായിട്ട് മാറിത്തീരുന്നത്. വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയെ എങ്ങനെയാണ് മാർക്കറ്റിംഗ് പ്രോസസ്സിലൂടെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. അവരുടെ ചിന്ത അങ്ങനെയായിരിക്കും പോകുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപ്പന്നം വിറ്റഴിക്കാനായിട്ട്, പ്രൊമോട്ട് ചെയ്യാനായിട്ട് എന്ത് ഉപാധികളാണ് ഉപയോഗിക്കേണ്ടത്? അത് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ ഉപയോഗിക്കാം. അപ്പോൾ സ്ത്രീകൾ അവർ ഉപയോഗിക്കുമ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യാണ്? പരസ്യച്ചരക്കായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അത് പൊതുസമൂഹത്തിൻ്റെ ഒരു മൊറാലിറ്റിയുമായിട്ട്, പൊതുസമൂഹത്തിൻ്റെ ഒരു മൂല്യബോധവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് അത് ശരിയല്ല എന്ന തോന്നലുണ്ടാകും. ഇപ്പോൾ ഹണി റോസ് ഒരു വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇത്ര മണിക്കൂറിനുള്ളിൽ ലക്ഷങ്ങളാണ് അത് കാണുന്നത്, നിരവധി കമൻറ്റുകളാണ് അതിന് വരുന്നത്. അപ്പോൾ അവരെ സ്നേഹിക്കാൻ ഒരുപാട് ആരാധകരുണ്ട്. അവരെ ശരീരം കാണുവാനും അതിനെ വാനോളം ആസ്വദിക്കാനും ഒരുപാട് ആളുകളുണ്ട്. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അവരെ നമ്മൾ ഇപ്പം പല ആളുകളും കളിയാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും നിലവാരമില്ല, അവരൊന്നും യാതൊരു നിലവാരമില്ലാത്ത ആളുകളാണ് ഹണി റോസിൻ്റെ ശരീരം ആസ്വദിക്കുന്നവർ. അതൊക്കെ തെറ്റല്ലേ? അതിപ്പോൾ ഓരോരുത്തരുടെയൊക്കെ ഒരു 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 വികാരത്തെയൊക്കെ നമുക്കങ്ങനെ മോശമാണെന്ന് പറയാൻ പറ്റുമോ? ശരീരാസ്വാദനം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ടൊരു സാധനമാണ്. അല്ല, ശരീരാസ്വാദനം മോശപ്പെട്ടതാണ് എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ശരീരങ്ങൾ, മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് അങ്ങനെ ആസ്വദിക്കപ്പെടലിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിത്വത്തിൻ്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നതിന് സമാനമായിട്ടുള്ളൊരു കാര്യമാണ് ശരീരാസ്വാദനം. ശരീരത്തെ മറ്റൊരാൾ ആസ്വദിക്കുന്നത് പ്രത്യേകം ഒളിഞ്ഞു നോട്ടം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലേ ശരിക്കും? അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണല്ലോ. മനസ്സിലായി? ഒളിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? സ്ത്രീയിൽ മറച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള സൗന്ദര്യം. സ്ത്രീ മറച്ചു വെച്ചിട്ട് സുന്ദരിയായിട്ട് അവർ നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് അവരുടെ സൗന്ദര്യം ആസ്വദിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അവരിൽ മറച്ചു വെച്ചിരിക്കുന്നത് അവർ മറ്റുള്ളവർ കാണേണ്ടതില്ല എന്ന് അവർ കരുതുന്നതായിട്ടുള്ള കാര്യം കാണാൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തുന്ന സമയത്താണ് ചീത്ത സ്വഭാവമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ മറച്ചു വെക്കലാണ് അപ്പോൾ ശരിക്കും പ്രശ്നം. അല്ല, അത് പറഞ്ഞ് തുണിയിലാണ് നടക്കാൻ പറ്റും ആൾക്കാർക്ക്. അതൊരു വിഷയമല്ലേ ശരിക്കും പറഞ്ഞാൽ? അതായത് സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന നമ്മുടെ ഒരു എസ്തറ്റിക് സെൻസ് എന്ന് പറയുന്നത് നമ്മളങ്ങനെ സൃഷ്ടിച്ചു വരുന്നത്.
ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പാണല്ലോ എനിക്ക് കറുത്ത വ്യക്തികൾക്കെതിരെ അല്ലെങ്കിൽ കറുപ്പിനെതിരെ ഭയങ്കരമായിട്ട് പ്രശ്നമായി അല്ലേ ഉണ്ടായില്ലേ, അതെ അതെ അതെ. വലിയ പ്രശ്നമായിരുന്നു. അതൊക്കെ അങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം വിവാദമായി തീരും. കറുത്ത എന്താണ് ശരീരമുള്ള ആളുകൾ അവർക്ക് അവരുടെ സൗന്ദര്യങ്ങളുണ്ട്, വെളുത്തവർക്ക് വെളുത്തവരുടെ സൗന്ദര്യം. എല്ലാ ശരീരങ്ങൾക്കും അതാത് തരത്തിലുള്ള സൗന്ദര്യ ബോധമുണ്ട്, സൗന്ദര്യാത്മകതയുണ്ട്. ഇപ്പം നീഗ്രോകൾക്ക് അവരുടേതായിട്ടുള്ള സൗന്ദര്യമുണ്ട്, എന്തായാലും മംഗോളിയന്മാർക്ക് മംഗോളിയന്മാരുടെ സൗന്ദര്യമുണ്ട്, വല്ല യൂറോപ്യന് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സൗന്ദര്യബോധമാണ്. പക്ഷെ ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് പലപ്പോഴും എന്ത് ചെയ്യുക വെച്ചാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാണുകയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അത് ആസ്വദിക്കുകയും വിവാദമാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കാൻ ഏത് തെറ്റ് ഏത് ശരിയെന്നും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലേക്കാണ് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയാണ്. ഹണി റോസിന്റെ ശരീരം ആസ്വദിക്കാൻ ഒരുപാട് ആളുകളുണ്ട്, ഹണി റോസിനെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ ആർക്കും വിമർശിക്കാൻ പാടില്ല, അവര് വിമർശനത്തിന് അതീതയായിട്ടുള്ള ഒരാളാണ് എന്നുള്ള വല്ല ചിന്താഗതി ഉണ്ടെങ്കിൽ ആ ചിന്താഗതി വളരെ നിൽക്കുന്ന ഒരാൾക്ക് മോശപ്പെട്ട ഒരു ചിന്താഗതി. അല്ല, അതൊരു ശരിയല്ല. കാരണം വെച്ചാൽ വിമർശനം ഇപ്പോൾ അവരുടെ സൗന്ദര്യം അവർ പ്രദർശിക്കുന്ന സമയത്ത് അത് ആസ്വദിക്കുന്ന ആരാധകർ ഒരുപാടുണ്ടായി. മറ്റു ചില ആൾക്കാർക്ക് അത് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. അവർക്കത് ഇഷ്ടമല്ലാതെ ഇവർ വെറുതെ ഇങ്ങനെ എന്താണ് അവരുടെ ശരീരം വിറ്റ് ജീവിക്കാൻ നടക്കുന്നവരാണ് എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാകും. ഇത് സ്വാഭാവികമായിട്ട് അപ്പുറത്തുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. പക്ഷെ അത് അവരെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ വരുമ്പോഴാണ് അത് പ്രശ്നമായി തീരുന്നത്. അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമില്ല. അഫക്റ്റ് ചെയ്യുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, കേസിനൊക്കെ പോകുന്നത്. എനിക്ക് സംരക്ഷണം വേണം, എൻ്റെ ഭരണഘടന എനിക്ക് നൽകുന്ന സംരക്ഷണം എനിക്ക് ലഭിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. ഇതിൽ എപ്പോഴും ഒരു അവ്യക്തത വലിയ തരത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ അവ്യക്തത മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മനുഷ്യൻ്റെ ഒരു എസ്തെറ്റിക് സെൻസ് ഇങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറയാം, ഇപ്പോൾ എനിക്ക് ഒന്ന് പല സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ഈ കോഴിക്കോട് കടപ്പുറത്തൊക്കെ പലതരം പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയതിൻ്റെ പേരിൽ അവിടെ ആളുകൾ വന്നിരുന്ന് പരസ്പരം ചുംബിക്കും മറ്റുമൊക്കെ ചെയ്യുന്നത്, അതിനെയൊക്കെ അടിച്ചോടിക്കാൻ നിൽക്കുന്നതായിട്ടുള്ള പോലീസില്ലേ, സദാചാര പോലീസ്, അതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. ആ സദാചാര പോലീസുകാർ പലരും ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരായിരിക്കും, ചിലപ്പോൾ എതിർക്കുന്നവരായിരിക്കും. ഇങ്ങനെയൊക്കെ ഇതൊക്കെ മനുഷ്യനിടയിൽ കിടക്കുന്ന വളരെ സമ്മിശ്രമായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെയൊക്കെ പ്രശ്നങ്ങളാണ്. അതിലൊക്കെ കുറേ കൂടി വ്യക്തത വരുത്താൻ പറ്റുന്ന തരത്തിൽ ആരോഗ്യകരമായിട്ടുള്ള ചർച്ചയാണ് ആവശ്യം. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ ഇതിൽ ഏതാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. എങ്കിലും ആരോഗ്യകരമായിട്ടുള്ള ഒരു സമൂഹത്തെ പടുത്തുയർത്തണമെങ്കിൽ കുറച്ച് അല്പം സദാചാര മൂല്യങ്ങളൊക്കെ വേണം അല്ലേ? അല്ല, സദാചാര മൂല്യങ്ങളില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള സമൂഹത്തെക്കുറിച്ചുള്ള ചിന്ത സാധ്യമല്ല. ഇപ്പം മനുഷ്യരെയും മൃഗങ്ങളെയും തമ്മിൽ വേർപെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകം ഈ മൂല്യബോധമാണ്. ആ സദാചാര മൂല്യം നമുക്ക് സമ്പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ആരോഗ്യകരമായിട്ടുള്ള ചിന്തകളുമായി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്ന്. ഇത് പല ഘട്ടങ്ങളിലും നമ്മുടെ സമൂഹത്തിൽ ജീർണതയൊക്കെ ബാധിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ കള്ളുകൂടി കഴിഞ്ഞ ദിവസം തന്നെ കള്ളുകൂടിയുടെ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? CPI കള്ളുകൂടി, അതെ, ബിനോയ് വിശ്വമിൻ്റെ പ്രസ്താവന. ഇപ്പം കള്ളുകുടിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എന്താണ് നാരങ്ങവെള്ളം കുടിക്കുന്ന പോലെ അതല്ലെങ്കിൽ സർവത്ത് കുടിക്കുന്ന പോലെയൊക്കെ ഉള്ള ഇതാണെങ്കിൽ പ്രശ്നമില്ലാത്തതാണ്. പക്ഷെ കള്ളു കുടിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അത് നമ്മളുടെ ബോധത്തെ ബാധിക്കുകയും നമുക്ക് ബോധം നഷ്ടപ്പെടുകയും നമ്മളെ മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണല്ലോ ചെയ്യുന്നത്. അവിടെയാണല്ലോ നമ്മൾ ഈ സദാചാര മൂല്യങ്ങളാകവന്നെ തകർന്ന് തരിപ്പണാകും. മദ്യപാനിയെ ഒരുത്തിന് അമ്മയൊക്കെ അടിച്ചു വന്ന വാർത്ത നമ്മൾ കേട്ടായി. അതൊക്കെ എങ്ങനെ ന്യായീകരിക്കപ്പെടാനായിട്ട് ഒരിക്കലും സാധ്യമായ കാര്യമല്ല. അപ്പോൾ ജീവിതത്തിന് ഒരു ക്രമവും ക്രമബദ്ധമായിട്ടുള്ള ഒരു തുടർച്ചയും ഒക്കെ ആവശ്യമാണെങ്കിൽ അതിനൊരു മൂല്യബോധം വേണം. ആ മൂല്യബോധത്തിൽ ചില സദാചാര സങ്കല്പങ്ങൾ ഉണ്ടാകും. ആ സദാചാര സങ്കല്പങ്ങൾ തീർച്ചയായിട്ടും പാലിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അത് കടുത്ത യാഥാസ്ഥിതികമായ രീതിയിലാകാൻ പാടില്ലെന്ന്. ഇപ്പം ഈ ഹണി റോസിന് വലിയ സ്വീകാര്യതയൊക്കെ ലഭിച്ചതിന് പിന്നാലെ അതേ മാതൃക പിന്തുടർന്നുകൊണ്ട് മറ്റു ചില നടിമാരൊക്കെ രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇതിനൊരു കൃത്യമായിട്ടൊരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പം ഇത്തരം ആളുകളൊക്കെ ആ രീതിയിൽ വരുന്നതിൽ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല. ഇല്ല, അതിൻ്റെ പ്രശ്നം ഇപ്പോൾ ഈ പോണോഗ്രഫി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പോണോഗ്രഫി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഈ മഞ്ഞപ്പത്ര സംസ്കാരം എന്നൊക്കെ വേറെ രീതിയിൽ പറയാം എന്ന് മാത്രമേ. അപ്പോൾ അതിനെക്കുറിച്ചൊരു വലിയ വ്യാപകമായിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് യൂറോപ്പിലുണ്ടായിരുന്നു. നേരത്തെ അവർ കടുത്ത സദാചാരവാദികളായിരുന്നു. അത് പതുക്കെ
കുറേശ്ശെ തുറന്ന് സ്ത്രീകൾക്ക് പൊതുസമൂഹത്തിൽ പുരുഷന്മാരെ പോലെ പ്രവർത്തിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഇടത്തിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന തുടക്കം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ വന്നതായിരുന്നു. ശരിക്കും അന്ന് വലിയ കോലാഹലം വിപ്ലവമൊക്കെ ആയിരുന്നു അവിടെ നടന്നത്. അപ്പം മാറി അവർ ഒരു ഓപ്പൺ സൊസൈറ്റിയായി മാറി. ശരിക്കും പറഞ്ഞു നമ്മളുടെ സൊസൈറ്റിയും ഇതുപോലെ പലതരം ചർച്ചകളിലൊക്കെ നടന്ന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒരു വഴി കണ്ടെത്തും എന്ന് കരുതാം. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കിപ്പോൾ ഇതിനകത്ത് ഇതാണ് ആബ്സല്യൂട്ട് റൈറ്റ് എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു സംഭവം ഇല്ല ഇതിനകത്തൊന്നും. ഇതിനിടക്ക് കുറേ ശരിയും കുറേ തെറ്റുമൊക്കെ ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഈ ചർച്ചകളൊക്കെ ചെന്ന് തീരട്ടെ എന്നേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റും. ഞാൻ അവസാനം ഒരു കാര്യം ചോദിക്കാം. ചില സാമൂഹിക പ്രവർത്തകരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ശരീരം വിറ്റ് ജീവിക്കാൻ ആർക്കും പറ്റും. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പല സ്ത്രീകളും, അതായത് പൊതുരംഗത്തൊക്കെ നിൽക്കുന്ന സിനിമാ നടിമാരൊക്കെ ആയിട്ടുള്ള പല സ്ത്രീകളും ഈ ശരീര പ്രദർശനത്തിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നൊരു പ്രവണതയിലേക്ക് മാറിത്തീരുന്നുണ്ടോ? നമ്മുടെ പൊതുസമൂഹത്തിലെ പല സ്ത്രീകളും ശരീരം പ്രദർശിപ്പിക്കുക എന്നതാണ് സ്ത്രീയുടെ ഏറ്റവും പരമ ലക്ഷ്യം. മറ്റ് അവളുടെ ഇന്നർ കഴിവുകളെ ഒന്നും അധികം പുറത്തേക്ക് കൊണ്ടുവരണ്ട, ശരീരം അങ്ങ് പ്രദർശിപ്പിച്ചാൽ മതി. അത് സ്ത്രീ എന്ന് പറയുന്നത് ഈ ശരീര സൗന്ദര്യമാണ് എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. സ്ത്രീ ശരീരം മാത്രമല്ല, അവർക്ക് ഒരു മനസ്സുണ്ട്, അവർക്കൊരു വ്യക്തിത്വമുണ്ട്, അവർക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സണാലിറ്റിയിലേക്ക് കാര്യങ്ങൾ കയറിയാൽ, അവരുടെ വ്യക്തിത്വം എന്ന് പറയുന്നതിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടായാൽ, എനിക്ക് തോന്നുന്നു ഈ ശരീര സൗന്ദര്യ പ്രകടനം മാത്രമായിട്ട് സ്ത്രീയുടെ പ്രകടനം മാറില്ല. എന്തായാലും രാഹുൽ ഈശ്വർ ഇപ്പോൾ ഇവിടെ പേഴ്സണാലിറ്റിയാണ് പ്രധാനപ്പെട്ട. ആ പേഴ്സണാലിറ്റിക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം. സ്ത്രീകൾ വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കണം. ശരീരത്തിന് മാത്രമല്ല. ശരീരം അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. അപ്പോൾ വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലേക്ക് ഒരു മാറിയാൽ അവിടെ തീർച്ചയായിട്ടും അവർക്ക് വലിയ തരത്തിൽ അവരുടെ വ്യക്തിത്വത്തെ പ്രോജ്വലമാക്കി നിർത്താനായിട്ടുള്ള സ്പേസ് ഉണ്ടാകും. എന്തായാലും എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഹണി റോസിനുണ്ട്. അതിനെ വിമർശിക്കണോ വേണ്ടയോ എന്നുള്ള സ്വാതന്ത്ര്യം നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട്, അതിൻ്റെ ആളുകൾക്കുണ്ട്. ഇപ്പം രാഹുൽ ഈശ്വർ പറയുന്നത് താൻ ചെയ്തത് തെറ്റാണെന്ന് വ്യക്തമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ തെറ്റാണ് ചെയ്തതെങ്കിൽ വിചാരണ പോലും വേണ്ടാതെ ജയിലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഇവിടെ രാഹുൽ ഈശ്വർ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും അത് സമൂഹം പരിശോധിക്കട്ടെ. കോടതിയിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകാൻ പോകുന്നതൊക്കെ നമുക്ക് നോക്കാം. കാരണം ഇതൊക്കെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ടുള്ള രീതിയിൽ പരിശോധനയാണ് ആവശ്യം. പിന്നെ ഇതിനകത്ത് ഒരു അവ്യക്തതയൊക്കെ കിടക്കുന്നതിൻ്റെ പേരിൽ ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് തെറ്റ് എന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കുറേ ചർച്ചകളൊക്കെ കാണുന്നു, അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. ബോച്ച എന്തായാലും ജയിലിൽ തന്നെയാണ്. ബോച്ചയോടൊപ്പം രാഹുൽ വരുമോ എന്നാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം.